ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. നെയ്യൊന്ന് ഉരുകി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് രാവിലത്തെ ബാക്കി വന്നിട്ടുള്ള ദോശമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഈ ഒരു ലെയറിനധികം കട്ടിയൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഒരു നൈസായിട്ടുള്ള ലെയർ ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള മാവ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബാറ്റർ ഒന്ന് ഹാഫ് കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു ബൗളിലേക്ക് 3 ചെറിയ സവാള ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 തണ്ട് കറിവേപ്പില, 1 തണ്ട് മല്ലിയില എന്നിവ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് പശുവിൻ പാൽ എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിനൊരു കോഫിയുടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ബ്രൂ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ബ്രെഡ് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മാവ് ഹാഫ് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു മാവിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ലിംഗ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഫില്ലിംഗ് അപ്ലൈ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഫില്ലിങ് വെന്ത് വന്നതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാവേ. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. ഇതൊന്ന് അടച്ച് വെച്ച് വെന്ത് കഴിയുമ്പോഴത്തേനും വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് വന്നതിന് ശേഷം നമ്മുടെ ദോശമാവ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിൽ എത്രത്തോളം ലെയേഴ്സ് ആഡ് ചെയ്യുന്നു അത്രത്തോളം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുമ്പോഴത്തേക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് ലെയർ കൂടെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഈ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും അതൊന്ന് തിരിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ഒന്ന് വെന്ത് കിട്ടും. അപ്പം അപ്പുറത്തെ സൈഡൊന്ന് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. Thank you for watching.